ബിഗ് ബോസിൻ്റെ ലൈവ് അപ്ഡേറ്റ്. അപ്പോൾ ലൈവിൽ കഴിഞ്ഞതെന്ന് പറഞ്ഞാൽ ടിക്കറ്റ് ടു ഫിനാലയുടെ ബോണസ് ടാസ്ക് കിട്ടാനായിട്ടുള്ള ലാസ്റ്റ് മത്സരമാണ്. അപ്പോൾ ടോട്ടൽ പോയിന്റ്സ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ പോയിന്റ്സ് ഉണ്ടായത് നമ്മുടെ നെക്സ്റ്റ് ടീമിനാണ്. നെക്സ്റ്റ് ടീമിൽ അർജുൻ, ഋഷി, അഭിഷേക്, ജാസ്മിൻ എന്നിവരാണ് ഉണ്ടായിട്ടുള്ളത്. പക്ഷേ ഇതിൽ നിന്ന് ഒരാൾക്ക് മാത്രമേ ബോണസ് പോയിന്റ് കിട്ടുകയുള്ളൂ എന്ന് ബിഗ് ബോസ് പറഞ്ഞു. അതിന് വേണ്ടിയിട്ടുള്ള വെർബൽ ഡിബേറ്റ് ടാസ്ക്കാണ് ഇപ്പോൾ കഴിഞ്ഞത്. അപ്പോൾ ഈ ടാസ്കിൽ ഫൈനലി വന്നത് ഋഷിയാണ് ബോണസ് പോയിന്റിന് അർഹനായിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ജാസ്മിന് വേണ്ടി കുറേ വാദിച്ചെങ്കിലും ജാസ്മിൻ അറിയാം എന്തായാലും ബാക്കിയുള്ള 3 പേരും അതിന് സപ്പോർട്ട് ചെയ്യില്ല, അത് അക്സെപ്റ്റ് ചെയ്യില്ലെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ജാസ്മിൻ പിന്മാറി. അഭിഷേക് ആദ്യം തനിക്ക് വേണ്ടി കുറച്ചെങ്കിലും സംസാരിച്ചെങ്കിലും അഭിഷേകിന് അറിയായിരുന്നു എന്തായാലും അതിന് മുമ്പ് ജാസ്മിനായിട്ടുള്ള ഫൈറ്റ് കഴിഞ്ഞുകൊണ്ട് തന്നെ ജാസ്മിനും അർജുനും ഇതിന് സമ്മതിക്കില്ലെന്നോ. അതുകൊണ്ട് തനിക്ക് വേണ്ടി അധികം ബാധിക്കാണ്ട് ഋഷിനെയാണ് അഭിഷേക് സപ്പോർട്ട് ചെയ്തത്. കുറച്ച് കഴിഞ്ഞപ്പോൾ ജാസ്മിൻ പിന്മാറിയതിന് ശേഷം എന്തായാലും അർജുന് വേറെ ഓപ്ഷനൊന്നുമില്ല. അപ്പോൾ അഭിഷേകിൻ്റെ തീരുമാനത്തിനോടൊപ്പം അർജുന് യോജിച്ചു. അങ്ങനെ ഋഷിക്ക് ഫൈനലി ടിക്കറ്റ് ടു ഫിനാലയുടെ ബോണസ് പോയിന്റ്സ് കിട്ടാൻ അർഹനായി. ഇവിടെ ഇനി നെക്സ്റ്റ് ഒരു ട്വിസ്റ്റ് വരാൻ പോകുന്ന എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നോമിനേഷനിൽ ഈ ഋഷിയും അതുപോലെയുള്ള ജാസ്മിൻ, അഭിഷേക്, അർജുൻ എന്നിവരും ഉണ്ട്. പക്ഷേ ഈ ഋഷി ഈ നോമിനേഷനിൽ എവിക്റ്റായി പോയാൽ മാത്രമേ ഒരു ട്വിസ്റ്റ് വരാനും ചാൻസ് ഉള്ളൂ. ഇല്ലെങ്കിൽ ഇത് ഋഷിക്ക് ഏറ്റവും വലിയൊരു ബെനിഫിറ്റാണ്. കാരണം ഋഷി അത്യാവശ്യം നല്ല രീതിയിൽ ടാസ്ക് പെർഫോം ചെയ്യുന്ന ആളാണ്. അതുകൊണ്ട് ടിക്കറ്റ് ഫിനാലയുടെ ടാസ്ക് എല്ലാം നല്ല രീതിയിൽ തന്നെ ഋഷിക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ബോണസ് പോയിന്റും കൂടി ഉണ്ടെങ്കിൽ അത് ഋഷിക്ക് ഒരു എക്സ്ട്രാ അഡ്വാൻറ്റേജ് കൂടിയാണ്. അപ്പോൾ എന്തായാലും ഋഷിക്ക് ടിക്കറ്റ് ഫിനാലെ ഉറപ്പിക്കാൻ പറ്റുന്ന ഒരു കണ്ടീഷനിലാണ്. പക്ഷേ ഈ എവിക്ഷനിൽ നേരെ ഓപ്പോസിറ്റായിട്ടാണ് കാര്യങ്ങളെങ്കിൽ വീണ്ടും ഒരു ട്വിസ്റ്റ് വരും. കാരണം ഋഷിനോട് മേ ബി ഇത് ആ ടീമിൽ, അതായത് നെക്സ്റ്റ് ടീമാണ് ജയിച്ചത്, ആ ടീമിൽ തന്നെ ബാക്കി ആർക്കെങ്കിലും ഋഷിയുടെ ഇഷ്ടപ്രകാരം കൊടുക്കാമെന്ന് പറയാം. ഇല്ലെങ്കിൽ മേ ബി ഇത് ഈ പോയിന്റ്സിന് ഒരു വാല്യൂ ഇല്ലാണ്ട് അത് ക്യാൻസൽ ചെയ്ത് കളയാനും ചാൻസ് ഉണ്ട്. അപ്പോൾ ഇന്നത്തെ കാര്യങ്ങൾ എങ്ങനെയാണെന്ന് നമുക്കറിയില്ല. അപ്പോൾ മിക്കവാറും ഡേഞ്ചർ സോണിൽ വരാൻ ചാൻസ് ഉള്ളത് അപ്സര, ശ്രീതു, ഋഷി എന്നിവരാണ്. പക്ഷേ ഇതിൽ വെച്ച് നോക്കുമ്പോൾ ഋഷി തന്നെയാണ് വീണ്ടും കണ്ടിന്യൂ ചെയ്യാൻ അർഹനായിട്ടുള്ള ഒരാൾ. അപ്സരേനെയും ശ്രീതുനെയും കാട്ടും കുറച്ചും കൂടി നല്ല രീതിയിൽ ടാസ്ക് പെർഫോം ചെയ്യുന്നത് ഋഷിയാണ്. ടാസ്ക് മാത്രമല്ല അല്ലാണ്ടും വെർബലിയുള്ള കാര്യങ്ങളായാലും അത്യാവശ്യത്തിനൊക്കെ ഋഷി റെസ്പോൺസ് ചെയ്യാറുണ്ട്. അപ്സരയുടെ കാര്യം നോക്കുകയാണെങ്കിൽ അപ്സര ഏറ്റവും ബെസ്റ്റായിട്ട് കളിച്ചുകൊണ്ടിരുന്ന ഒരു ഫീമെയിൽ കണ്ടസ്റ്റൻ്റ് ആണ്. പക്ഷേ ആ ഒരു ബെസ്റ്റ് ക്യാപ്റ്റൻസി കിട്ടിയതിന് ശേഷം അപ്സരയുടെ ഗ്രാഫ് നല്ല രീതിയിൽ ഡൗൺ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പറയാൻ പറ്റില്ല എങ്ങനെയാണെന്ന്. അപ്സരയുടെ ഗ്രാഫ് ഡൗൺ ആയതിനു ശേഷം തിരിച്ച് ആ ഒരു നല്ല പൊസിഷനിലേക്ക് വീണ്ടും എത്തിയിട്ടില്ല. പിന്നെ ശ്രീതു ആണെങ്കിൽ ശ്രീതു ഇതുവരെയും കോൺസ്റ്റൻ്റ് ആയിട്ടാണ് നിൽക്കുന്നത്. ഒരു കണ്ടന്റ് കൊടുക്കുന്ന അല്ലാണ്ട് വലിയൊരു ഡിഫറൻസ് ശ്രീതുവിൽ കാണാൻ പറ്റിയിട്ടില്ല. ശ്രീതുവിന് അവിടെ പ്രത്യേകിച്ച് ഗെയിമൊന്നുമില്ല, ഒരു ഫ്ലോയിൽ അങ്ങ് പോവാണ്. പിന്നെ അർജുൻ ഋഷിക്ക് വിട്ടുകൊടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അർജുൻ അത് ഒരു മൈൻഡ് ഗെയിം ആയിട്ട് കളിച്ചതായിട്ട് എനിക്ക് തോന്നിയില്ല. കാരണം അർജുൻ അങ്ങനെ പൊതുവേ മൈൻഡ് ഗെയിമൊന്നും കളിക്കാറില്ല. സിജോയും സായിയും ഒക്കെയാണ് കൂടുതലായിട്ട് മൈൻഡ് ഗെയിം ഫോക്കസ് ചെയ്ത് കളിക്കുന്ന ആൾക്കാർ. അർജുൻ ഈ ചെയ്തത് വേറൊരു ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ട് ഋഷിക്ക് വിട്ടുകൊടുക്കുക ആണെന്നാണ് എനിക്ക് തോന്നിയത്. എന്തായാലും നമുക്ക് ഇനിയുള്ള ദിവസങ്ങളിൽ കാണാം. അപ്പോൾ ഋഷിക്ക് ടിക്കറ്റ് ഫിനാലയുടെ ബോണസ് പോയിന്റ്സ് കിട്ടിയത് ഉപകാരമാകുമോ ഇല്ലെങ്കിൽ എങ്ങനെയാണെന്ന് നമുക്ക് ഈ വീക്കിലെ എവിക്ഷൻ കഴിഞ്ഞിട്ടേ പറയാൻ പറ്റുള്ളൂ. എന്തായാലും ഈ വീക്കിലെ എവിക്ഷൻ ഋഷി സർവൈവ് ചെയ്ത് കഴിഞ്ഞാൽ ഋഷിക്കൊരു നല്ലൊരു അഡ്വാൻറ്റേജ് ആണ് കിട്ടിയിരിക്കുന്നത്. നമുക്ക് ബാക്കി വീഡിയോസിനായിട്ട് വെയിറ്റ് ചെയ്യാം. ബാക്കി ലൈവ് അപ്ഡേറ്റ്സ് ആയിട്ട് ഞാൻ വരാം. താങ്ക്